ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ വീഡിയോ എടുക്കാൻ പോകുന്ന അർജുൻ എംപിയുടെ ചലഞ്ച്. അപ്പോൾ ഇപ്രാവശ്യം ഫുഡ് ചലഞ്ച് ആണെന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി KFC ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ച് സ്പോട്ടിലേക്ക് പോകാം. ഇന്നത്തെ നമ്മൾ എത്തേണ്ട സ്ഥലം കലൂർ സ്റ്റേഡിയം അല്ല, പകരം വൈറ്റ്ല ഹബിലാണ്. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എത്തണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു 9:45 നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം എടച്ചിറയെന്ന്. അപ്പോൾ നേരെ പോവാം കലൂർ സ്റ്റേഡിയം അല്ല, നേരെ വൈറ്റ്ല ഹബിലേക്ക്. അപ്പോൾ വൈറ്റ്ല പോകാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത പാതയാണ് നമ്മുടെ വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കാക്കനാട് ടെർമിനലാണ്. നമ്മുടെ ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ് കാക്കനാട് ടെർമിനൽ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് വൈറ്റിലേക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സമയവിവരം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പൊണ്ടിയൂൺ വരുന്ന 10 രൂപയാണ്. അപ്പോൾ ഒരു 10:50 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ടു കൊച്ചി വാട്ടർ മെട്രോ. നമ്മൾ മെട്രോയുടെ അകത്ത് കയറി. ഇതാണ് നമ്മുടെ വ്യൂ. 11 രൂപേനെ നമ്മുടെ പോണ്ടിലും എടുക്കത്തുള്ളൂ. കാലിയാണ്, കുറച്ച് പേര് എങ്ങാണ്ട് കയറുന്നുള്ളൂ, വളരെ കുറവാണ് ആൾക്കാർ. ഇങ്ങനെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കറക്റ്റ് 10:20, അരമണിക്കൂർ എടുക്കുന്നത്. 19 ആകുമ്പോഴത്തേക്ക് വൈറ്റിലെത്തും വിചാരിക്കും. അങ്ങനെ കൃത്യം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കണം വൈറ്റ്ല ഹബ്. 10:50 സമയം. ഇനി 10 മിനിറ്റ് അവർ വരാൻ വേണ്ടി. ലെറ്റ്സ് വെയിറ്റ്. ഗൈസ്, നമ്മളങ്ങനെ അവസാനം വൈറ്റ്ല ഹബിലെത്തി. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ബൈ. അങ്ങനെ ഫൈനലി നമ്മൾ ചലഞ്ച് നടക്കുന്ന സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. മറ്റെവിടെയല്ല, KFC തന്നെയാണ് സ്പോട്ട്. ഇതേ അർജുൻ ചേട്ടനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ട്രെയിനറും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സൈഡിൽ ഇതേ നമ്മുടെ സഹ കോമ്പറ്റീറ്റർ ക്രിസും നിൽക്കുന്നു. ഇന്ന് വീഡിയോ എടുക്കുന്ന ക്യാമറയിലാണെന്ന് തോന്നുന്നു. ക്യാമറയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നു. മോസ്റ്റ് പ്രോബ്ലി KFC ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുമല കളർ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. എന്താവോ എന്തോ. ഫൈനലി ഇറ്റ്സ് ഫിംഗർ ലുക്കിംഗ് ഗുഡ്. KFCയുടെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലായിരിക്കുന്നത്. തീരെ തിരക്കിലായിട്ടോ. മേളിലിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. സമയം 12:30 ആയി. അപ്പോഴത്തേക്ക് ഇവിടെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ക്യാമറ ആംഗിൾസ്, ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യണം. 2 ആംഗിളും ഷൂട്ട് ചെയ്യാനാണ് തോന്നുന്നത്. ക്യാമറയിൽ ഒരു മെയിൻ സ്ട്രെയിറ്റ് ആംഗിളും അതുപോലെ തന്നെ iPhoneൽ നിന്ന് ഒരു സൈഡ് ആംഗിളും ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. ആൾക്കാരുടെ പൊസിഷനൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കറക്റ്റ് ഫ്രെയിം വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യും. വീണ്ടും എതിരാളിയായിട്ട് ക്രിസ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് 1v1 ക്രിസ് വേഴ്സസ് അർജുൻ എംപി വേഴ്സസ് ഞാൻ. എന്താണ് പറയാനുള്ളത്? ഒറ്റ എരിമ്പിന് 2 ശവായൊക്കെ തിന്നുന്നതാണ്. കഴിവല്ലേ പുള്ളി മറ്റേ കീറ്റോഡായിട്ട് മീറ്റ് ഓൺലി ഡയറ്റില്ല പുള്ളിയാണ്. അപ്പൊ പുള്ളിക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടാസ്കാണ്. മലത്തടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാശിന് ആവശ്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കാശിന് ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വിശക്കുന്നു. പക്ഷേ ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ മടുക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഫുള്ള് സെറ്റായി. നമ്മുടെ ക്യാമറയും സെറ്റായി. അർജുൻ ചേട്ടനും ക്യാമറാമാൻ ചേട്ടനും കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം സെയിം സാധനം 3 ടൈംസ്. ഞാൻ വേഴ്സസ് അർജുൻ വേഴ്സസ് ക്രിസ്. അപ്പം പാക്കലാം. ഇങ്ങോട്ടും പീനട്ട് ബട്ടർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തൂറ്റിലുണ്ടായിരുന്നു. തൂറ്റില് പോട്ടെ, അത് സമാധാനിക്കാം. ഇതുണ്ടല്ലോ, വേർക്കുന്ന മൊത്തം എണ്ണയാണ്. ഒരു 3-4 ദിവസത്തേക്ക് എന്റെ ദേഹത്ത് മൊത്തം എണ്ണയായിരുന്നു. പഴംപൊരിയുടെ അവസ്ഥയായിരുന്നല്ലേ? മച്ചാനെ സമ്മതിക്കണല്ലോ, 1 കിലോ പീനട്ട് ബട്ടർ തൂക്കി. അത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീനട്ട് ബട്ടർ ആയിരുന്നു. സീരിയസ് ആയിട്ട് ആ 1 കിലോ പീനട്ട് ബട്ടർ കഴിച്ചിട്ട് കുറേ പേര് കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പകുതി കഴിച്ചുള്ളൂ, കാൽക്കുലേഷൻ തെറ്റാണ്, 500 ഗ്രാമേ കഴിച്ചുള്ളൂ എന്നൊക്കെ. ശരിക്കും 1 കിലോ കഴിച്ചു. അപ്പോൾ അത് 6500 കാലറി. അതാണ് ഗെയിം ചേഞ്ചർ. അതുകൊണ്ടാണ് നമുക്ക് 18.5 കാലറി ആവാൻ പറ്റിയത്. നമ്മളവിടെ കുറച്ചധികം നേരമായിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ. താഴെ അർജുൻ ചേട്ടൻ ഓർഡർ ചെയ്യാൻ പോയിട്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ, കാരണം അതുകൊണ്ട് കുറേ ടൈം എടുക്കുന്നു. നമ്മൾ ജസ്റ്റ് താഴെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ ചിക്കൻ റാപ്പ് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ വേറെ ഐറ്റംസാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അവർ തിരിച്ചെത്തി. ഇപ്പോൾ അതേ തംബ്നെയിലുള്ള ഫോട്ടോഷൂട്ട് പരിപാടി നടക്കുക. എന്തൊക്കെ എക്സ്പ്രഷനാണ് വിട്ടുമറിക്കുന്നത്. എടുത്തെടുത്ത് വന്നപ്പോൾ ഒരു 19 ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെയും ക്രിസ്ത്യൻ്റെ ഫോട്ടോ സെഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് അർജുൻ ചേട്ടൻ്റെ എടുക്കുക. അർജുൻ ചേട്ടൻ നടുക്ക് കയറിക്കൊണ്ട് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒറ്റ തമ്മിലെ വരത്തുള്ളിലും ഒരുപാട് ഫോട്ടോ എടുക്കേണ്ടി വരും. ഗൈസ്, ഫൈനലി നമ്മുടെ അങ്ങനെ യമണ്ടൻ ഓർഡർ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സൂചിച്ചോട്ടെ നടക്കുന്നത്? എന്തൊക്കെയായത്? 6 ബർഗർ, 2 ബക്കറ്റ്. എൻ്റെ പൊന്നെ, ഹോ, ഇതൊക്കെ കഴിച്ച് തീരുമ്പോഴത്തേക്ക് പടമാവല്ലോടെ. അങ്ങനെ ചലഞ്ച് കഴിഞ്ഞു. ഞാനും അറിഞ്ഞിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം 2 പേരും തീർത്ത്. ഞാൻ ആ കഴിച്ച പൊറോട്ട റോള് തികട്ടി വന്ന് വാള് വെച്ചെന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ക്വാളിഫൈ. അർജുൻ ജയിച്ചിരിക്കുന്നു. ഒരു ബക്കറ്റ് ചിക്കനായിട്ട് ഞാൻ റൂമിലേക്ക് പോവാണ്. അപ്പോഴാണ് നമ്മുടെ മെട്രോയുടെ ക്യാപ്റ്റൻ വന്നിട്ട് ബോട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ്. ബെസ്റ്റ് ഇപ്പം കഴിച്ച എന്നെ വയറ് അറിഞ്ഞിട്ട് വയ്യ. അപ്പോൾ ഹായ് ഗായ്സ്, നമ്മുടെ ചലഞ്ച് ഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രാവശ്യം തോറ്റു. അതായത് 4ാമത്തെ തവണ നമ്മൾ ചലഞ്ചിൽ തോറ്റിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ചലഞ്ച് നിങ്ങൾക്കറിയാമല്ലോ, 1v versus 1 ആയിരുന്നല്ലോ.
റജൻ എം ബി വേഴ്സസ് ക്രിസ് വേഴ്സസ് ഞാൻ. അപ്പോൾ എന്താ പറയുക, ഇപ്രാവശ്യം നമ്മൾ തോറ്റു. ചെറുതായിട്ടൊന്ന് വാൾ വെച്ച് പോയിട്ട് ഡിസ്ക്വാളിഫൈ എന്നാണ് പറയുന്നത്. സാരമില്ല, നമ്മൾ ഇടയ്ക്ക് ജയിക്കും, ഇടയ്ക്ക് തോക്കും. ഇനിയിപ്പോൾ വേറെ എന്ത് പറയാനാ. കറക്റ്റ് 7 കളി അജയരായിട്ട് എന്ന പഞ്ചാബ് കിങ്സിനെ രാജസ്ഥാൻ ആദ്യമായിട്ട് തോൽപ്പിച്ച് ഈ സീസണിൽ തോൽപ്പിച്ച സമയത്ത് തന്നെ എനിക്കും തോക്കാൻ വിധിയായി. ഇത് ചെയ്യാനാ, അൺബീറ്റൻ റെക്കോർഡിങ് പോയി. പോട്ടെ, നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.